വയനാട് വന്യജീവി സങ്കേതം സസ്യസമ്പുഷ്ടമാക്കാൻ വിത്തുണ്ടകൾ വിതരൽ പദ്ധതിയുമായി അധികൃതർ. വിവിധതരം മരങ്ങളുടെയും പഴവർഗ്ഗങ്ങളുടെയും വള്ളിച്ചെടികളുടെയും എല്ലാം വിത്ത് നിറച്ച് 1 ലക്ഷം ബോളുകളാണ് വനത്തിലെറിയുക. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ വിത്തുണ്ടകൾ ഉപകരിക്കുമെന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. വനത്തിൽ ആവശ്യത്തിന് ഭക്ഷണമില്ലാത്തതാണ് വന്യമൃഗങ്ങൾ കാടിറങ്ങാനും മനുഷ്യ വന്യമൃഗ സംഘർഷം കൂടാനും കാരണമെന്ന വിലയിരുത്തലിലാണ് വിത്തുണ്ടകൾ വിതറൽ പദ്ധതി തുടങ്ങുന്നത്. വന്യമൃഗങ്ങളെ വനത്തിൽ തന്നെ നിലനിർത്താനാണ് വിവിധ ഫലവൃക്ഷങ്ങളുടെ വിത്തുബോളുകൾ തയ്യാറാക്കി വനത്തിൽ നിക്ഷേപിക്കുന്നത്. വയനാട് വന്യജീവി സങ്കേതത്തിലെ സുൽത്താൻ ബത്തേരി, തോൽപ്പെട്ടി, മുത്തങ്ങ വനമേഖലകളിൽ 1 ലക്ഷം വിത്തുണ്ടകളാണ് നിക്ഷേപിക്കുക. ഇതിനായി താന്നി, കുമിഴ്, കരിമരുത്, കാട്ടുവേപ്പ്, മാവ്, പ്ലാവ്, ഐനി, നെല്ലി, പേര തുടങ്ങിയവയുടെയെല്ലാം വിത്തുകളും മുളയുടെ വിത്തുകളും ശേഖരിച്ച് വിത്തുണ്ടകൾ തയ്യാറാക്കി കഴിഞ്ഞു. ചാണകവും മണ്ണും മണലും ജൈവവളവും കൂട്ടിക്കുഴച്ച് വിത്ത് അതിലിട്ട് ഉരുളകളാക്കി ഉണക്കിയാണ് വിത്തുണ്ട തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് വനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിത്തുണ്ടകൾ എറിഞ്ഞിടും. അതുപോലെ കേരളത്തിന്റെ സ്പെസിഫിക് ആയിട്ട് വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം ആനിമൽ കോൺഫ്ലിക്റ്റ് വിഷയമാണ്. ഭക്ഷണയോഗ്യമായ സാധനങ്ങൾ കാടിൻ്റെ ഉള്ളിൽ കിട്ടില്ല എന്നുള്ള മനസ്സിലാക്കിയത് കൊണ്ട് നമുക്ക് വിത്തുണ്ടകൾ ഉൽപ്പാദിപ്പിക്കണമെന്നും അത് കാട്ടിലേക്ക് എറിഞ്ഞ് ഈ വന്യമൃഗങ്ങൾക്ക് നല്ല രീതിയിൽ ഭക്ഷണ ലഭ്യത ഉറപ്പുവരുത്താനാകുന്നതിൻ്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ 5-ാം തീയതി മുതൽ നമ്മൾ പരിശീലനത്തിൻ്റെ ഭാഗമായി കാട്ടിൻ്റെ ശോഷിച്ച ഭാഗങ്ങളിൽ ഇത് വലിച്ചെറിയുന്ന ഒരു രീതിയിലേക്ക് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. നാടിനോട് ചേർന്ന അതിർത്തി മേഖലകളിലും വനവൃക്ഷങ്ങൾ കുറഞ്ഞ മേഖലകളിലുമാണ് പ്രധാനമായും വിത്തുണ്ടകൾ നിക്ഷേപിക്കുക. വിത്തു ശേഖരണത്തിലും വിത്തുരുളകൾ എറിയുന്നതിലും താല്പര്യമുള്ള വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും പങ്കാളിത്തം വനംവകുപ്പ് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2 ലക്ഷത്തിലധികം വിത്തുണ്ടകൾ ഇത്തരത്തിൽ വന്യജീവി സങ്കേതത്തിന്റെ വിവിധയിടങ്ങളിൽ എറിഞ്ഞിരുന്നു. വിത്തുണ്ടകൾ മഴയിൽ കിളിർത്ത് മരമാകുന്നതോടെ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം വനത്തിൽ തന്നെ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് വനം വകുപ്പ്. ന്യൂസ് മലയാളം, വയനാട്.